മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ താരം തന്നെയാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി. ശ്രീവിദ്യയും രാഹുലും ഈയിടയ്ക്ക് കഥ എന്നൊരു വീട് സ്വന്തമാക്കിയ കാര്യം സോഷ്യൽ മീഡിയയിൽ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുന്ന താരത്തിൻ്റെ പുത്തൻ വാർത്ത കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ശ്രീവിദ്യയുടെ ഒരു ഹോം ടൂർ വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഥ എന്ന ഇവരുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരം പങ്കുവച്ച് എത്തുന്നത്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു താരം എന്നുകൊണ്ട് തന്നെ നമുക്ക് ശ്രീവിദ്യയെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. ഇപ്പോൾ ശ്രീവിദ്യയുടെ പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ താരം സൂക്ഷിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. വീടിൻ്റെ കഥ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനു മുൻപ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിക്കൊണ്ട് ശ്രീവിദ്യ പറഞ്ഞത് തന്നെയാണ്. 1200 സ്ക്വയർ ഫീറ്റിലുള്ളൊരു പുത്തൻ വീടാണ്. 2 ബെഡ്റൂമാണ് വീടിൽ ഉള്ളത്. ഇവർക്ക് കാസർഗോഡും ട്രിവാൻഡ്രത്തുമായി വീടുള്ളത് കൊണ്ട് തന്നെ കൊച്ചിയിലെ ഇവരുടെ ഫ്ലാറ്റിലെ വീടിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ നേരത്തെ തന്നെ വീടിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര വേഗം ഇവർ ഇത് സ്വന്തമാക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീവിദ്യ ഇതിപ്പോൾ സ്വന്തമാക്കിയപ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ആശ്ചര്യമായിരുന്നു. കൊച്ചിയിൽ വെച്ചാണ് രാഹുലും ശ്രീവിദ്യയും കണ്ടുമുട്ടിയത്. അന്നു മുതൽ തന്നെ പ്രേക്ഷകരുടെ അടുത്ത് ഇവർ പറയുന്നുണ്ട് ഇവർ കൊച്ചിയിൽ ഉടനെ തന്നെ ഒരു വീട് വാങ്ങുമെന്ന്. എന്നാൽ ഇത്ര വേഗം അത് സ്വന്തമാക്കുമെന്നും ആരും കരുതിയിരുന്നില്ല. ഇപ്പോഴത് സ്വന്തമാക്കിയപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പുത്തൻ വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. 1200 സ്ക്വയർ ഫീറ്റിലെ 2 ബെഡ്റൂം വീടിന് ഇപ്പോൾ പ്രേക്ഷക പ്രീതി ഒരുപാടുണ്ടെന്ന് തന്നെ പറയണം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആരാധകർക്കുള്ള സ്നേഹം വളരെ പ്രധാനമായി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നത്. ശ്രീവിദ്യയോടുള്ള സ്നേഹം കൊണ്ട് പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയാണ്. വളരെയധികം തന്നെ അതിനെ സെറ്റ് ചെയ്തെടുക്കണമെന്നും അതൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യമാണെന്നും രാഹുലും ശ്രീവിദ്യയും പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായി രാഹുൽ തുടങ്ങിയത് ഈ ഇടയ്ക്കാണ്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയതും ഈ ഇടയ്ക്ക് തന്നെയാണ് എന്ന് പറയാം. ഒരു സംവിധായകൻ എന്ന നിലയിൽ തൻ്റേതായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി നിന്ന താരം പിന്നീട് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞും വ്ളോഗുകളിലൂടെയും പ്രേക്ഷകരുടെ പ്രീതി കൂടുതലും പിടിച്ചുപറ്റി. അതിലൂടെ തന്നെ കൊളാബറേഷനും പൈസയും ലഭിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് രാഹുൽ ഇപ്പോൾ ഈ കഥ വീട് ഉണ്ടാക്കിയത്. അതിൻ്റേതായ ഒരു സ്നേഹം അവർക്കുള്ളിലുണ്ട് എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് വീടിന് കഥ എന്ന് പേരിട്ടതും. രാഹുലിൻ്റെ കഥ പറച്ചിൽ വളരെയധികം പ്രശസ്തമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുത്തു. അങ്ങനെ രാഹുലിൻ്റെ കഥയും കഥ കൊണ്ടുള്ള വീടും വളരെയധികം പ്രശസ്തമായി മാറി. പ്രേക്ഷക പ്രീതിയോടെ ഇത് മുന്നേറുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന പോലൊരു വാർത്ത വളരെ വേഗത്തിൽ തന്നെ ഇത് മാറുകയും ചെയ്തു. രാഹുലും ശ്രീവിദ്യയും കൂടി ഒരുമിച്ച് പണിതതാണെങ്കിലും രാഹുലിൻ്റെ കൂടുതൽ ആത്മാർത്ഥതയും വളരെയധികം സ്നേഹവും അധ്വാനവും ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രീതി പിടിച്ചു പറ്റിയ കഥ എന്നതിനെ പേരിട്ടത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.